ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മനുമോക്ക് അവധി, പിള്ളേർ സ്കൂളിൽ പോയി, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് ചുമ്മാ കുറച്ച് ദിവസമായി മനുമോൾ ഒരു ഡ്രസ്സ് ആഗ്രഹം പറയുന്നു. എന്നാൽ പിന്നെ അതങ്ങ് മേടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കാലത്ത് ചായപൊടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും റെഡിയായി. ഞങ്ങൾ മജ്ജിക്ക് പോവാണ്. മനുമോക്കടെ ആഗ്രഹമായ ഒരു ഡ്രസ്സ് കണ്ടു വെച്ചിട്ടുണ്ട് എവിടെയോ. അതിപ്പോൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റായി. ഇപ്പോൾ ഹുഡീസോ സ്വെറ്റർ സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോർമലായിട്ട് തന്നെ ഇറങ്ങാം. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മനുമോൾ ഇവിടെ അതേ മൊബൈലിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വചനം വായിക്കണമാണോ? വചനമൊന്നുമല്ല, വേറെ എന്തോ ന്യൂസ് വായിക്കണം. അപ്പോൾ അജിലും അനീറ്റയും സുട്ടും ഓൾറെഡി മജ്ജിക്ക് പോയിട്ടുണ്ട് ഇന്ന് രാവിലെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി ഇന്ന് സർവീസിങ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പോയേക്കണതാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അവരെയും വിളിക്കാം. മനുമകളുടെ ആഗ്രഹമായ ആ ഡ്രസ്സൊക്കെ വാങ്ങി തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പോവാല്ലേ മനുമോളെ? അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ചെറിയ ഷോപ്പിംഗ് എന്നൊക്കെ പറയും. നമ്മുടെ മനുമോളല്ലേ. അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം 7 days ട്രാവൽ വ്ളോഗിലേക്ക്. അപ്പോൾ നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഒരു ഉച്ച വരെ അങ്ങനെ കഴിച്ചു വിട്ടാം. ഓക്കെ, അപ്പം നേരെ മജ്ജിയിലേക്ക്. ഓക്കെ, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കെ ഹബ്ബ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോൾസ്. ലെഫ്റ്റ് സൈഡിൽ കോൾസ് ആണ്. നമ്മളിത് കെ ഹബിന്റെ പാർക്കിങ്ങിലേക്ക് കയറാണ്. ദേ സുട്ടു ഒക്കെ നിക്കണ, സുട്ടു അജിലും ദേ നിക്കണ് കണ്ട. ചുട്ടു 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 പാർക്കിങ് പുറത്തുള്ളൂ. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി പാർക്കിങ് പുറത്ത് ചെയ്യാന്ന് വെച്ചു. ഇവിടെ പാർക്ക് ചെയ്യേണ്ടത് അതേപോലെ കണ്ട, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റിവേഴ്സ് ആണ് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കോൾസ് നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ നമ്മൾ മജ്ജിയിലെത്തി ഇറങ്ങാണ്. ചെയ്തിട്ടുണ്ടായി. സുട്ടുവിനെ ട്രോളിയിൽ കയറ്റി എത്തിയേക്കാം. കണ്ട സുട്ടു ചുട്ടു ഇതാ പിണങ്ങിയിരിക്കാണ്. പക്ഷെ എന്ത് പിണങ്ങിയിരിക്കാണ് ആള് ഹാപ്പിയില്ല. നമ്മൾ ഹബിലേക്ക് കയറാണ്. അങ്ങനെ ഇവിടെയാണെന്ന് തോന്നുന്നു. മനുമോൾ എന്തോ ഡ്രസ്സ് കണ്ടു വെച്ചേക്കണത്. നോക്കാം നമുക്ക് അതിനകത്ത് കയറിയിട്ട്. ഈ ഉടുപ്പാണ് കഴിഞ്ഞ ദിവസം മനുമോൾ കണ്ടുവെച്ചേട്ടോ. അപ്പോൾ അത് നോക്കണ്ടെടുക്കാൻ. വൈറ്റാണ് എനിക്കിഷ്ടമായ കേട്ടോ. സ്വിറ്റ് കിണങ്ങി കഴിഞ്ഞ് അവിടെ ട്രോളിയിൽ കളിച്ചിരിക്കുന്നു. വൈറ്റ് നല്ല ഭംഗിയുണ്ട്. ഇതാണോ? എനിക്കിഷ്ടമായത് ഇതാട്ടോ. ട്രയൽ റൂം ബാക്കിലുണ്ട് പുറകിൽ. അത് രണ്ടും എടുത്തിട്ട് പോക്കാം, നിന്റെ സൈസ് എന്നിട്ട് എടുത്ത് നോക്കാം. ചുട്ടോ ചുട്ടപ്പി പറ്റാറ്റാന്നേ. ഇതാണ് കെ ഹബ്ബ്. പോയി ഇട്ട് നോക്കിയിട്ട് പോയാ ചുട്ട് ബഹുബം. അങ്ങനെ നമ്മുടെ മനുമോള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അത് ഉദ്ദേശിച്ച പോലെ അത്ര സുഖമല്ലാത്തൊരു തുണിയായിരുന്നു.
അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റിജക്ട് ഷോപ്പിലേക്ക് കയറാണ്. ഈ സാധനം ഉദ്ദേശിച്ച് വന്നത്, പക്ഷേ ഇപ്പോൾ അടുത്ത് റിജക്ട് ഷോപ്പിലേക്ക് പോവാണ്. റിജക്ട് ഷോപ്പ് ഇവിടെ കുറേ അൽത്തുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. റിജക്ട് ഷോപ്പ് അജിൽ അവിടെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്നു. അവിടെ കോൾസ് ആശാനുണ്ടല്ലോ, ഒരു ഡോഗ് വന്നു. ഇങ്ങനെ നോക്കി ഡോഗ് അടുത്തേക്ക് ഓടി പേടിച്ച്. വാ അജിലും കൂടെ വന്നോളൂ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയാലോ. റിജക്ട് ഷോപ്പിൻ്റെ ഭയം ഇതാട്ടോ റിജക്ട് ഷോപ്പ്. ഇതിൻ്റെ അകത്ത് കുറേ അകത്തുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബാഗ് എടുക്കണോ? ഇതുണ്ടോ? മണ്ണിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒക്കെ ഇതുണ്ടോ? ഇത് $1 മിഠായികൾ. നമ്മുടെ പൊന്നൂൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ചു. ബർത്ത്ഡേ കാർഡുകൾ. ഫാദേഴ്സ് ഡേ വരാണ്. അപ്പോൾ അതിൻ്റെ കാർഡുകളാട്ടോ ഈ ഇരിക്കുന്നത് മൊത്തം. ഇവിടെ അതേപോലെ ചീപ്പ് റേറ്റിന് ഉണ്ടാവോ എന്തുമാത്രം മിഠായികളൊക്കെ എടുക്കുന്നത് നോക്കി. ഒക്കെ ചീപ്പ് റേറ്റുള്ളൂ കേട്ടോ. ഇതൊക്കെ കണ്ടോ, വലിയ എന്താ $4.50. ഒത്തിരി മിഠായികളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ബിസ്ക്കറ്റ്, വെഫേഴ്സ്, വെഫറൊക്കെ ഉണ്ട്. ഇത് പല ടൈപ്പ് ഫ്രൂട്ട്സുകളുടെ മെൻഡേഴ്സ്, കോപ്പിക്കൊക്കെ ഉണ്ട്. $3 ഇത് ജിഞ്ചറിൻ്റെ. ഇതെൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് സാധനം. ഈ സാധനം അടിപൊളി സാധനമാണിത്. ഇത് ഞാൻ മേടിച്ച് ഓൾറെഡി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. $3 കോപ്പിക്കും ഉണ്ട്. ഇവിടെ ഡ്രിങ്ക്സുകൾ, സാധനങ്ങൾ. വാ കയറി വാ, അവനെ ട്രോളിയിലിരുത്ത്. ഇതുണ്ടോ ഇവിടെ? ഇത് കാർഡ് കളക്ഷൻ, നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ കാർഡിൻ്റെ കേട്ടോ. എല്ലാ ടൈപ്പ് കാർഡുകളുണ്ട്. ഇത് ബർത്ത്ഡേ. ഗൈസ്, നമ്മുടെ പൊന്നൂൻ്റെ ബർത്ത്ഡേ ആണ് 21 നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, എന്നിട്ട് ഭംഗിയുണ്ട്. ഇതൊക്കെ ഫീമെയിൽസിൻ്റെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീപ്പസ്റ്റ് ഒരു ഷോപ്പാണ്. എല്ലാ സാധനങ്ങൾക്കും വില കുറവ്. ഇങ്ങനെ $1, $2 അങ്ങനെയൊക്കെ കേട്ടോ. വൈൻ ഗ്ലാസ്സുകൾ. ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ ലെറ്റേഴ്സ്, അതേപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഡോഗിൻ്റെ, ക്യാറ്റിൻ്റെ ഒക്കെ ഫുഡ് ഐറ്റംസ് സാധനങ്ങൾ, അവരുടെ ടോയ്സ് അങ്ങനെയൊക്കെ കേട്ടോ. വണ്ടി തുടയ്ക്കുന്നത് അതെനിക്ക് വേണം, ഞാനത് കണ്ടില്ല. ഇത് അടിപൊളി സാധനം. ഇത് എത്ര? ഇത് എവിടെ ഇരുന്നത്? അതാണ് കാണാതിരുന്നത്. വണ്ടിയുടെ ഡാഷൊക്കെ തുടയ്ക്കുന്ന സാധനം കേട്ടോ.
ഇത് വണ്ടിയുടെ ഫ്രണ്ടിലെ ഗ്ലാസ് വരുന്നത് ഇത് അങ്ങനെ നമ്മൾ ചുമരിൽ തൂക്കിയിട്ട് ഒരു സാധനം മേടിച്ചു. മനുമോളെ ഏതാണ്ടൊക്കെ പറക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് എന്തൊക്കെ വാരി എടുത്താലും ഈ പറഞ്ഞ വലിയ പൈസ ആവില്ല. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാണ്ട് കേൾക്കാം. ഏത് അപ്പോൾ നമ്മുടെ റിജക്ട് ഷോപ്പിലെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. റിജക്ട് ഷോപ്പിൽ കഴിഞ്ഞു. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇറങ്ങി കോൾസിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ബിഗ് ഡബ്ല്യൂവിൽ പോവാം. ഗൈസ്, ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. നമ്മുടെ വണ്ടിയിലുള്ള ഇതുണ്ടോ ഈ കാണിക്കുന്ന സാധനമുണ്ട്, ഈ സാധനം ഈ ലിങ്ക് ടീ എന്നാണ് പറയുന്നത് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് അറിയത്തില്ല. ഇത് എന്നാ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫാസ്റ്റ് ട്രാക്കില്ലേ, ആ സംഭവമാണത്. ഇത് നമ്മൾ മേടിച്ച് അത് ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് പോസ്റ്റിൽ വരും. അത് വന്നിട്ട് ഇവിടെ ഒട്ടിച്ചു വയ്ക്കും. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. ഇവിടെ സെൻസർ ചെയ്യണ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കാട്ടിയായി ഇവിടെ സെൻസർ ചെയ്യണ ഒരു ബാർകോഡ് പോലത്തെ സംഭവമുണ്ട്. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് സാധനം വന്നു കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ഇതിൻ്റെ ആപ്പ് കയറ്റും. ആപ്പ് കയറ്റിയിട്ട് മൊബൈലിലെ ആപ്പും ഇതായിട്ട് ലിങ്ക് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ പൈസ കയറ്റണം. $20 ഞാൻ കയറ്റിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാം ഇത് എന്തിനുള്ള സാധനമാണെന്നുള്ളത് പറയാം. എനിക്ക് മുന്നേ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ $20 കയറ്റി മിനിമം ബാലൻസ് 10 ആക്കി വെച്ചു. അപ്പോൾ അത് നമ്മുടെ ഡയറക്റ്റ് ഡെബിറ്റ് വയ്ക്കും. അപ്പോൾ $10 താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിൻ്റെ അകത്തോട്ടേക്ക് റീചാർജ് ആവും. ഇത് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫാസ്റ്റ് ട്രാക്കില്ലേ, അതാണ് സംഭവം. അപ്പോൾ നാട്ടിൽ എല്ലാം അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാരിക്കോഡും വെച്ച് വലിയൊരു ബിൽഡിങ്ങും കെട്ടി പിരിവിന് ആൾക്കാർ ഇരിക്കും. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ടോള് ഉള്ളിടത്തേക്ക് നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ ക്യാമറ ഉണ്ടാവും. നമ്മൾ നോർമൽ പോണ പോലെ ഓടിച്ചു പോയാൽ ഈ സാധനം ആ ക്യാമറയിൽ ഡിറ്റക്ട് ചെയ്ത് ഇതിനകത്തൊരു സൗണ്ട്, പൈസ കട്ടാകുമ്പോൾ കിക്കി എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കും. അത്രേ ഉള്ളൂ. ആ പൈസ കട്ടാവുകയും ചെയ്യും. ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും കേരളത്തിലും ഈ വക ഇതേപോലത്തെ സാധനം ഉണ്ടെന്നുണ്ടല്ലോ, ഒരുപാട് ബ്ലോക്കുകൾ ഒഴിവാക്കി കിട്ടും. ഇത് ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഭവമല്ലേ, നമുക്ക് അവിടെ അങ്ങനെ ഒരു ടോള് ഉണ്ട് എന്നുള്ളത് പോലും അറിയില്ല. ഇതിൻ്റെ അകത്ത് കിക്കി എന്നുകൊണ്ട് സൗണ്ട് വെക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ബോധേടാവേണ്ട കാര്യമില്ല. $10 മിനിമം ബാലൻസ് ആക്കി വെച്ച് കഴിയുമ്പോൾ ആ $10 താഴേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റീചാർജ് ആയിക്കോളും. നമുക്ക് കോൾസ് എത്തിട്ടോ. അതായത് നമ്മുടെ കോൾസ് എത്തി, അടുത്ത കോൾസിലാണ് വന്നത്. അപ്പം ഇത് നമ്മുടെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പം ഈ സാധനം ഉള്ളതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ടോളിൻ്റെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ സെയിം നമ്മൾ എന്ന് വിടുന്നിടത്ത് പാർക്കിംഗ് ഉണ്ട്. ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. ഇവിടെ നല്ല തണലത്ത് പാർക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഒഴിവാവാം. അതേപോലെ ഈ സാധനം നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അറിയാനായിട്ട്. ഇതിപ്പോ ഇവിടെ ചെറിയ കാർ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ സ്മോൾ കാറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. തണലത്ത് കിടന്നോട്ടെ. ഇപ്പൊ അത്യാവശ്യം ഇവിടെ ചൂടായി തുടങ്ങി. തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ, തിരിച്ചു വരുന്ന സമയത്ത് നല്ല ചൂട്. ഭയങ്കര വലിയ ട്രക്ക്, അടിപൊളി ട്രക്കല്ലേ. നമ്മളിതേ കോൾസിലേക്ക് നടന്നു വേണ്ട. കോൾസിൽ ചെന്നിട്ട് നടത്താണ് ചുറ്റുവിനെ വിളിക്കാണ്. ഇത് കോൾസിലേക്കുള്ള എൻട്രൻസ് കിട്ടാം. ഇത് കോൾസിലേക്ക് കയറുമ്പോൾ തന്നെ നീ മേടിച്ച അന്നത്തെ സാധനം കൂടി ഉണ്ടെന്നെങ്കിൽ മനു ഇതുണ്ടോ, ബോക്സുകൾ, സ്പീക്കറുകൾ, കണ്ണടകൾ, ട്രോളി എടുക്കാം. സെറ്റോര് എൻ്റെ അടുത്തേക്ക് ഓർഡറാണ്. സെറ്റോനെ ട്രോളിയിൽ ഇരുത്തി. ഇവിടെ നല്ല ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഓറഞ്ച്, ഓറഞ്ച് എടുക്കണോ? ഇതുണ്ട്. ഇത് കോൾസിലാണ്. ഇവിടെ
ഇങ്ങനെ കീസ് വെച്ചിട്ടുണ്ട്. ഈ കീസ് ഇങ്ങനെ എടുക്കുക. അയ്യോ ഇത് കീറിപ്പോയി തോന്നേടി നോക്കി. ഉവ്വ അതിനടിയില്ല എന്ന് തോന്നുന്നു. അത് കാട്ടി കളഞ്ഞോ. രണ്ട് 29 മനുമോള് ഓറഞ്ച് എടുക്കാണ്. നല്ല ഓറഞ്ചല്ലേ അത്. ചെടികൾ സവേള വേണ്ട, അധികം കൊടുക്കണ്ട കേട്ടോ. നല്ല നോക്കിയിട്ട് മതി. അധികം മതി, അത് മതി. നല്ലതാണോന്ന് അറിയില്ല. സ്ട്രോബെറി നോക്കി. എന്നിട്ട് അത് കപ്പങ്ങയോ? അത് പഴുത്തിട്ടില്ലല്ലോ. പക്ഷേ ശരിക്കും അത്രയായിട്ട് പഴുത്തിട്ടില്ല. അതെന്നിട്ട് സാധനം ഹണിമേൽ തന്നെ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ കേട്ടോ സാധനം. ഈന്തപ്പഴം ടേസ്റ്റ് നോക്കാനായിട്ട് കൊല വെച്ചിട്ടുണ്ടല്ലോ. സ്ട്രോബെറി പക്ഷേ ഇതുണ്ട്. ഈ സ്ട്രോബെറി കാശ് കുറവാണ്. പക്ഷെ ഇത് ഇത്ര റെഡ് അല്ല എനിക്ക് തോന്നില്ല. ഞാൻ ഒരെണ്ണം എടുത്തേക്കാം. എനിക്കതെന്താ ഇഷ്ടമല്ല. ഗ്രേപ്സിൻ്റെ വിലയാണ് 17.90 സീസൺ അല്ല തരം. 13 രൂപ. ഇത് $13 ബ്ലാക്ക്. പക്ഷെ മധുരം ഉണ്ടോന്ന് നോക്കിയാടാ. ഇത് നോക്ക് മഷ്റൂം ഇരിക്കുന്നത്. സ്ട്രോബെറി, പീച്ച് എടുത്തോ. അത് ഞാനൊരു ഇതാണ്. ഈ സ്ട്രോബെറിയും കൂടിയും വെച്ചോ. ഇത് ഫ്ലവേഡ് യോഗട്ടുകളുടെ ഏരിയയാണ്. ഷമാമ്, ഗ്രീൻ ചില്ലികൾ, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി എല്ലാം ഉണ്ട്. എടി പഴം വേണ്ട, പഴം. ഇത് ബനാന. അത് അത്രയും പഴുത്തിട്ടില്ല. അത് ഇതെടുത്തോ. ഇതൊരു കവറിലേക്ക് വേണ്ട. അത് വേണ്ട. ഇത് മതി. അല്ലെന്ന് ഇത് മതി. ഇത് മതി. നീ ഈ സാധനം എടുത്തേ. ഇതാ കവർ എടുത്തിട്ട്. അതൊന്നും വേണ്ട. പിന്നെ ചുമ്മാ മനുമോൾ എന്തൊക്കെയോ വാങ്ങി കൂട്ടുന്നുണ്ട്. അറിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. കാര്യമായിട്ട് ട്രോളി നിറയ്ക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു ഗൈസ്. പാസ്ത, കെച്ചപ്പ് നമ്മുടെ തീർന്നോന്ന് എനിക്ക് സംശയമുണ്ട്. കെച്ചപ്പ് മേടിക്കാം. കെച്ചപ്പ് ആണോ അത് മറ്റോ ടൊമാറ്റോ സോസാണോ? അതുണ്ടല്ലോ. അത് കുറച്ചും കൂടി വായിക്കുന്നുണ്ട്. ഇത് കണ്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറിയിൽ കേട്ടോ. അതെ കോക്കനട്ട് ജ്യൂസ്, കോക്കനട്ട് മിൽക്ക്. ഇത് ഇന്ത്യൻ സാധനങ്ങളാട്ടോ. നമ്മുടെ ഇന്ത്യൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. എവിടെ നെല്ലിക്ക? ഞാൻ ചൂടിയാണ്. നെല്ലിക്ക അച്ചാറ് അല്ല, ഞങ്ങൾ ഇവിടുത്തെ നമ്മുടെ ഈ കോൾസിലെ ഒരു അച്ചാറില്ലേ, മാങ്ങ അച്ചാറ്. ഞാൻ എവിടെയാണ് കേക്കിൻ്റെ സാധനങ്ങൾ ഐറ്റംസ് ഇതായിരിക്കുന്നത് നമ്മൾ മേടിക്കാറുള്ള പോലത്തെ. നിന്നെ കാണിച്ച നീല കേക്ക് ഉണ്ടാക്കാൻ വേണേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ട. അതിനീച്ചെന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്. ഇത് എന്നിട്ട് കളറാണോ? കളറല്ലേ എടി മനുമോളെ? വാനിലയുടെ എസൻസ് നമുക്ക് കിട്ടിയോ? വേണോ? വാനില എസൻസ് ഇരിക്കുന്നുണ്ട് ഇവിടെ. പൈനാപ്പിൾ ഇല്ല. ഇത് മൊത്തം വാനിലയാണ്. ഇത് കളറാണോ? ഫുഡ് കളറാണോ? അത് നാച്ചുറൽ വാനില അല്ല. ഫുഡ് കളർ കാണുന്നില്ല ഇവിടെ.
പില്ലർ ബോക്സ് ഒക്കെ ഫുള്ള് കേക്ക് ഐറ്റംസ്. തേങ്ങാപ്പീരി ഇരിക്കുന്നുണ്ട്. ഓയില് നമുക്ക് ഏതെടുത്താൽ നോക്കട്ടെ കാണിച്ച്. നമ്മളെ സാധാരണ എടുക്കാറുള്ളതാണ് എടുത്തത്. ഇത് ബേക്കറി ഐറ്റംസ് ആട്ടോ. അപ്പോൾ നമ്മളിത് നല്ല ടേസ്റ്റ്. ഇത് ഞാൻ എപ്പോഴും എടുക്കും മേടിക്കുന്ന സാധനം കേട്ടോ. ഇതൊരു 2 എടുത്തു. പിന്നെ അല്ലാതെ ഒരെണ്ണം ഇത് ഒരെണ്ണം എടുത്തു കേട്ടോ. ഞാൻ ഈ ഇവിടെ നാട്ടിലെ സ്വീറ്റ് പൊറോട്ട പോലത്തെ ഒരു സംഭവം അത് കണ്ടോ. ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ബേക്കറി സാധനങ്ങളാട്ടോ മൊത്തം. ഇത് ബേക്കറി ഐറ്റംസ് ആണ്. റാപ്പ് മേടിക്കണം. പിന്നെ നമ്മൾ സാറിന് മേടിക്കാറുള്ള റാപ്പ് ഇതാണ്. ഒരു റാപ്പ് എടുത്തു. ബ്രെഡ് ഉണ്ട്. എന്നാ ഒരു റാപ്പ് എടുത്തു. കുബൂസ് വേണ്ട. കുബൂസ് വീട്ടിലിരിക്കുന്നുണ്ട്. ബ്രെഡ് ഇരിക്കുന്നുണ്ട്. ഇത് മൊത്തം ബ്രെഡ് ഐറ്റംസ് ഒക്കെയാണ്. ട്രോളി എന്ന് പറഞ്ഞു കേട്ടോ. ട്രോളി ഫുള്ളായി. ബ്രഷ് എടുത്തൂല്ലോ ഞാൻ. ഹാർഡായിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞു. നീ ബാക്കി സാധനം എടുത്തില്ലേ നിൻ്റെ ആവശ്യത്തിനുള്ളത്? അത് എടുത്തോ. അത്രയും മതിയോ? ഇതിങ്ങനെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിത് ഇവിടുത്തെ കോൾസിലെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പണവേം ചെല്ല് ഒരേക്ക് എടുത്ത് വയ്ക്കി. ഇതേ ആൾ പോയി. വാ എന്നാ വാ, ഇവിടെ ബില്ല് പേ ചെയ്യാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ബില്ല് പേ ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. വേഗം എടുത്ത് വയ്ക്കി. എന്നാൽ കവറ് സാറില്ല, അത് ഇതിനകത്തേക്ക് ഇട്ടുവെച്ചാൽ മതി. എല്ലാം പകർത്തി വെച്ചിട്ട് ബില്ല് പേ ചെയ്യാം കേട്ടോ. മനു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്ത് ഇവിടെ വന്നിരുന്നു. ഇതുണ്ടോ ഒരു ട്രോളി സാധനമായിട്ടോ. നമുക്ക് ഇനിയും 2 ഷോപ്പിങ്ങിലും കൂടി കയറാനുണ്ട്. ഇതാണ് ഇതിവിടുത്തെ ഒരു മെഡിക്കൽ ഷോപ്പാണിത്. ഇതവിടെ ബസ് സ്റ്റാൻഡിൽസ് എന്ന് പറഞ്ഞ ഒരു തുണിക്കടയുണ്ട്. അതൊക്കെ ചീപ്പ് റേറ്റുള്ളൂ കേട്ടോ തുണികൾക്കൊക്കെ. ഇതാണ് കോൾസിൻ്റെ ഫ്രണ്ട് വശം. ക്യാഷ് കൗണ്ടർ. അവർ സെൽഫ് അടിക്കുന്നു. ഇത് നമ്മുടെ ലിക്കർലാൻഡ് നോക്കൂ, ഫ്രണ്ടിൽ തന്നെ. അവിടെ എല്ലാ സാധനങ്ങളും നമ്മുടെ കിട്ടും. അപ്പോൾ ഇനിയും അടുത്ത കടയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അടുത്ത കടയിലേക്ക് പോകാം നമുക്ക്. ശരി. ഇപ്പോൾ നമ്മുടെ പർച്ചേസിങ് കോൾസിൽ കഴിഞ്ഞു. നമ്മുടെ വണ്ടിയിൽ വന്ന് സാധനങ്ങൾ തൽക്കാലം വണ്ടിയിലേക്ക് കയറ്റി പോകാൻ പാണ്. ആദ്യം കവർ എടുക്കട്ടെ. ഇത് കവർ ഒരെണ്ണം എടുത്തേ. കവർ ഒരെണ്ണം എടുത്ത് ആ കവറിലേക്ക് വെക്കാം. ഗൈസ് നോക്ക്, നല്ല അതിമനോഹരമായിട്ട് നിൽക്കണ നോക്കി. 2 സൈഡിലും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. വൈറ്റ് കളർ. ഇതിൻ്റെ ആ പിങ്ക് കളർ ആണെന്നുണ്ടല്ലോ അടിപൊളിയായത്. നല്ല ഭംഗിയല്ലേ മരം ഇങ്ങനെ പൂത്തിക്കണൊക്കെ. ആഹാ, ഒരു ചേട്ടൻ്റെ നടുക്കുനിന്ന് വീഡിയോ എടുക്കുന്നത്. നമുക്ക് കൊടുത്താലോ നടുക്കുനിന്ന് വീഡിയോ? ഈ മരങ്ങൾ പൂത്തിക്കണേൻ്റെയാണ്. വേറെ ഏതെങ്കിലും കളറായിരുന്നു ഒന്നുകൂടെ രസമായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിങ്ക് കളറുള്ളതുണ്ട് കുറച്ച് സ്ഥലത്ത്, അതെടുക്കാം. നമ്മുടെ ഓയിലും ക്യാനാണ് തിരിച്ചു കേട്ടോ. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിൽ വണ്ടി അപ്പുറ സൈഡിൽ പാർക്ക് ചെയ്യാണ്. ഇവിടെ പാർക്കിംഗ് ഫുള്ളായി. ഇവിടെ ആൾക്കാർക്ക് നടക്കാനുള്ളൊരു വഴി. ഒരു കാരവൻ കിടക്കുന്നുണ്ടോ. ഇപ്പോൾ ഇലകളൊക്കെ ഇനിയും അടുത്ത മാസം ആകുമ്പോഴേക്ക് ഇതൊക്കെ നിറയെ ഫുള്ള് ഇലകളാവും കേട്ടോ. നല്ല ഭംഗി. ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതിൽ ഇറങ്ങി വരുന്നുള്ളൂ. നമുക്ക് മേളിൽ കയറി പൂവൊക്കെ കാണിക്കാം. നല്ല ഭംഗിയില്ലേ മനു? അടിപൊളിയല്ലേ ഫ്ലവർ ഇത്? അതെ, ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പോളി ക്ലൈമറ്റ് ആണ് അത്. പക്ഷേ ഇതിപ്പോൾ ഇനി നമ്മൾ ഒരു അടുത്ത മാസം അടുത്തതിൻ്റെ പിന്നത്തെ മാസം വരുമ്പോഴേക്കും മരങ്ങളൊക്കെ കണ്ടോട്ടോ. നല്ല അതിമനോഹരമായിട്ട് പച്ച ഇലകളായിട്ട് നിൽക്കും. ഇപ്പോൾ ഇതെല്ലാം ഇലക്കെ പിഴിഞ്ഞ് പോയി നിൽക്കാല്ലേ. നല്ല ഭംഗിയുണ്ട്.
ഇതൊക്കെ പൂക്കളുകളൊക്കെ ആയി തുടങ്ങി ഇങ്ങനെ. നല്ല ഭംഗി പൂവ്. ചെറിയൊരു പാർക്ക് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. അവർ വരുന്നില്ലേ? ആണോ? നല്ല ഭംഗിയുണ്ട് ഈ ഒരു കൊച്ചു പാർക്ക് ടൗണിൻ്റെ നടുക്കായിട്ട്. ഇത് പിള്ളേരെ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്നേക്കണത്. അവിടെ പിള്ളേർ ടൂർ പോലെ വന്നേക്കണ്. നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിച്ച് തിരിച്ച് നമ്മുടെ റെയിൽ സ്റ്റോണിലെത്തി. ഈ റെയിൽ സ്റ്റോൺ ടൗണിലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിങ്ക് കളറ് ചെറി ബ്ലോസം കാണിക്കാന്ന്, അത് കാണിച്ചു തരാം കേട്ടോ. ഈ ടൗൺ നിറയെ, നമ്മുടെ റെയിൽ സ്റ്റോൺ ടൗൺ നിറയെ പിങ്ക് കളറുള്ള ഫ്ലവർ വീജിഞ്ഞ് ഇങ്ങനെ നിൽക്കണ്ട് ചെറി ബ്ലോസം, അത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല രസം അത് കാണാനായിട്ട്. നമ്മളവിടെ മജ്ജിയിൽ മൊത്തം വൈറ്റ് കളറാണ് കണ്ടേ, പക്ഷെ ഇവിടെ റെയിൽ സ്റ്റോണിൽ ഫുള്ള് പിങ്ക് കളറാണ്. കാണിച്ചു തരാം കേട്ടോ. ചെറി ബ്ലോസം നിൽക്കണ കണ്ടോ, നല്ല ഭംഗിയില്ലേ. അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ മനുവളെ, സെറ്റ് ഓഫ് ചെയ്തപ്പോൾ അത് ഓഫായി പോയതാ. ഇതേ ഫ്രണ്ടിലേക്ക് നോക്കി, ഇത് കാണിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ചെറി ബ്ലോസം നിൽക്കണേ. ഇവിടെ കാൻഡൂസിലെ സ്ട്രീറ്റിൽ ഈ എല്ലാ റോഡിന്റെ സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഗവൺമെന്റ് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് വെട്ടി നിൽക്കുന്ന കാരണം കൊണ്ട് കണ്ടോ, ഇതൊക്കെ പൂവായി വരുന്നുള്ളൂ, വലിയ വലിപ്പമില്ല, പൂവായി വരുന്നുള്ളൂ. മറ്റേത് സൈഡിലേക്ക് കാണിച്ച നമ്മുടെ വീട്. അപ്പോ ഫ്രണ്ട്സ്, ദേ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഇന്നത്തെ പർച്ചേസിങ് പരിപാടികളൊക്കെ കഴിച്ച് നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. നല്ല വെയിലായതുകൊണ്ട് അത്ര പോരാ, പിന്നെ വീഡിയോഗ്രാഫറും അത്ര പോരാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. മേടിക്കാൻ പോയത് മനുമോൾക്ക് ഏതൊരു ഉടുപ്പാണ്, അത് ഇട്ട് നോക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടമാണ്ടായി തിരിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്ന് കൈ കിട്ടിയ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഞങ്ങളുടെ കാൻഡൂസിൽ, ഓസ്ട്രേലിയയിൽ കാൻഡൂസ് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ, ഇവിടെ എല്ലാ ഫ്രൈഡേ ആണ് നമ്മുടെ വേസ്റ്റൊക്കെ ഇടുന്ന ബിന്നെടുക്കാൻ തന്നെ. അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് നമ്മൾ ഈ ബിന്നൊക്കെ എടുത്ത് റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കും. വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് അത് വണ്ടി വന്ന് എടുത്തിട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ബിന്നെടുത്ത് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണും ഇവിടെ എല്ലാ വീടുകളുടെ ഫ്രണ്ടിൽ ആ ബിന്നുകൾ ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ ബിന്നിപ്പോൾ വീടിൻ്റെ പുറകിലാണ് ആ ബിന്നെടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതാ കളർ? ഇന്ന് യെല്ലോ ആവും. അയ്യോ മറന്നുപോയി, ഇന്ന് യെല്ലോ ആണോ എന്നറിയില്ല, നോക്കട്ടെ. പിന്നെ റെഡ് ബിന്നുമാണ്, പിന്നെ ഗ്രീൻ ബിന്നുമാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് യെല്ലോയിലും റെഡിലും മാത്രമേ സാധനമുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ റോഡ് സൈഡിലേക്ക് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ പയ്യെ വലിച്ച് അത് കൊണ്ട് വെക്കണതിന്. മനു പുറത്തേക്ക് ഇറങ്ങി വരൂ, നമുക്ക് കാണിക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡ്. എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഞാനത് കൊണ്ട് വയ്ക്കാൻ പോവാണ്.